ഹായ് ഫ്രണ്ട്സ്, ഞാൻ ടിൻഡു സുബിൻ. വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് നമുക്ക് കോട്ടയം സ്റ്റൈൽ മീൻകറി ഒന്ന് വെച്ചാലോ. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് കോട്ടയം സ്റ്റൈൽ മീൻകറി വെക്കുന്നത് നോക്കാം. അതിനു മുമ്പേ നമ്മുടെ ചാനൽ ആർക്കെങ്കിലും ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. പിന്നെ ഒരു ലൈക്കും ഒരു ഷെയറും, ഇഷ്ടപ്പെട്ടെങ്കിൽ മാത്രം. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം മീൻകറി വെക്കാൻ. ഞാനിവിടെ എടുത്തിരിക്കുന്നത് മത്തി 1/2 കിലോ നന്നായിട്ട് ക്ലീൻ ചെയ്ത് എല്ലാം എടുത്ത് വെച്ചിരിക്കുന്നതാണ്. നമുക്കിനി ആവശ്യം ഒരു 8-10 ചെറിയുള്ളി, പിന്നെ നമുക്കൊരു 4-5 വെളുത്തുള്ളി, പിന്നെ ചെറിയ പീസ് ഇഞ്ചി. ഇത് നല്ലതായിട്ട് ചതച്ചെടുത്ത് വെക്കണം. പിന്നെ കുറച്ച് കറിവേപ്പില നമുക്ക് ഇതിൽ ചേർക്കാനായിട്ട്. പിന്നെ നമുക്ക് ആവശ്യമായത് 2.5 ടേബിൾ സ്പൂൺ മുളക് പൊടി, പിന്നെ 1.5 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. പിന്നെ നമുക്ക് ആവശ്യമായ ഇൻഗ്രീഡിയൻ്റ് ആണ് കടുക്. പിന്നെ നമുക്ക് കുറച്ച് കായപ്പൊടി, ഒരു 2 നുള്ള് കായപ്പൊടി. പിന്നെ നമുക്ക് അത്യാവശ്യം വേണ്ട ഒന്നാണ് കുടംപുളി. കുടംപുളിയാണ് നമുക്ക് മീൻകറിക്ക് ഏറ്റവും നല്ലത്. കോട്ടയം സ്റ്റൈൽ മീൻകറിക്ക് പ്രത്യേകിച്ച് കുടംപുളിയാണ് ആവശ്യം. അത് നമ്മൾ നേരത്തെ കഴുകി വെള്ളത്തിൽ ഇട്ട് വെക്കുക. നമ്മുടെ ചട്ടി അടുപ്പത്ത് വെച്ച് അതൊന്ന് ചൂടായി വരുമ്പോഴേക്കും അതിലേക്ക് നമുക്കൊരു 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. പിന്നെ അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഉള്ളി, ഇഞ്ചി, അതുപോലെ വെളുത്തുള്ളി ഇതെല്ലാം ചേർത്ത് ഒന്ന് നന്നായിട്ട് വഴറ്റുക. ഉള്ളിയൊക്കെ ഒന്ന് നന്നായിട്ട് മൂത്ത ഒരു സ്മെല്ല് ഇത് വരുമ്പോഴത്തേക്കും നമുക്കതിലേക്ക് കടുക് ഇട്ട് കൊടുക്കാവുന്നതാണ്. കടുക് നമ്മൾ ആദ്യമേ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കടുക് കരിഞ്ഞു പോകും. നമ്മുടെ ഈ വെളുത്തുള്ളിയും ഉള്ളിയൊക്കെ നമ്മൾ വഴന്ന് വരുമ്പോഴത്തേനും ആ സമയം കൊണ്ട് കടുക് കറുത്ത് ഇതായിപ്പോവും, കരിഞ്ഞു പോവും. അതുകൊണ്ടാണ് നമ്മൾ കുറച്ച് താമസിച്ച് കടുക് ഇടുകയാണെങ്കിൽ കടുക് നന്നായിട്ട് പൊട്ടുകയും ചെയ്യും, നമ്മുടെ കടുക് ഒട്ട് കരിഞ്ഞു പോകത്തുമില്ല. പിന്നെ നമ്മുടെ കടുകിൻ്റെ കൂടെ ചേർക്കേണ്ട ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ് ഉലുവ. ഉലുവ നമ്മൾ ഉലുവയായിട്ട് തന്നെ പൊടിക്കാത്തതാണെങ്കിൽ നമുക്ക് കടുകിൻ്റെ കൂടെ തന്നെ ഉലുവ ഇട്ട് കൊടുക്കാം. ഇവിടെ ഞാൻ ഉലുവയുടെ പൊടിയാണ് ചേർക്കുന്നത്, അത് 1 നുള്ള്. അത് നമ്മൾ ഈ നമ്മുടെ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒന്ന് മൂത്ത് വരുമ്പോഴത്തേന് അത് കുറച്ച് ഇട്ട് കൊടുക്കുക. 1 നുള്ള് മതി. അതിട്ടതിന് ശേഷം നമുക്ക് നമ്മുടെ ഇൻഗ്രീഡിയൻ്റ് ഒക്കെ ചേർക്കാം. നമുക്ക് ആദ്യം 2.5 ടേബിൾ സ്പൂൺ മുളക് പൊടി, പിന്നെ 1.5 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, പിന്നെ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഇവ നമ്മൾ ചേർത്ത് കൊടുത്ത് ഒന്ന് നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക. ഒരു ചെറിയൊരു കളറൊക്കെ ഒന്ന് ചേഞ്ച് ആയിട്ട് ഒരു നല്ല സ്മെല്ല് വരും. പൊടികളൊക്കെ മൂത്തതിൻ്റെ ഒരു സ്മെല്ല് വരും. പക്ഷേ കരിഞ്ഞു പോകാൻ പാടില്ല. ഒത്തിരി ഇതായിട്ടുണ്ടെങ്കിൽ നമ്മൾ കരിഞ്ഞു പോകും. അപ്പോൾ കരിഞ്ഞു പോകാൻ പാടില്ല. ഇതൊക്കെ ഒന്ന് മൂത്ത് വരുമ്പോൾ നമുക്ക് ഇതിനകത്തോട്ട് നമുക്ക് ആവശ്യമുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. വെള്ളം ഒഴിച്ചു കൊടുത്ത് ഒന്ന് ഇളക്കിയിട്ട് നമുക്ക് ആവശ്യമുള്ള ഉപ്പ് കുറച്ചിട്ട് കൊടുക്കാം. പിന്നെ നമ്മളിപ്പോൾ അത്യാവശ്യം നമ്മൾ പുളി എടുത്തിട്ട് കൊടുക്കണം. നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിരിക്കുന്ന പുളി ഒന്നിട്ട് കൊടുത്തതിന് ശേഷം കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് നമുക്ക് ആവശ്യത്തിന് ഉപ്പും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഉപ്പ് ചേർത്തിട്ട് ഉപ്പൊന്ന് നോക്കുക. നിങ്ങൾക്കിതിൽ കറക്റ്റായിട്ട് ഉപ്പുണ്ടോ ഇല്ലയോ എന്ന് നോക്കിയിട്ട് നമുക്ക് ഒന്ന് ഇളക്കി ഇതൊന്ന് നന്നായിട്ട് തിളച്ച് വരണം. നന്നായിട്ട് തിളച്ച് വന്നതിന് ശേഷം വേണം നമ്മുടെ മീൻ കഴുകി വെച്ചിരിക്കുന്ന മീൻ ഇട്ട് കൊടുക്കാനായിട്ട്. ഞാനിവിടെ എടുത്തിരിക്കുന്നത് കാശ്മീരി മുളക് പൊടിയും നമ്മുടെ എരിവുള്ള മുളക് പൊടിയും കൂടി വീട്ടിലെ പൊടിച്ച് എടുത്തതാണ്. അതാണ് നമ്മൾ ഇട്ട് കൊടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ആവശ്യത്തിന് നിങ്ങളുടെ എരിവിനനുസരിച്ച്, നിങ്ങളുടെ മുളകിൻ്റെ എരിവൊക്കെ അനുസരിച്ച് നിങ്ങൾക്ക് എരിവ് ചേർത്ത് കൊടുക്കാവുന്നതാണ്. കുറച്ച് ആളുകൾക്ക് എരിവ് ഭയങ്കരമായിട്ട് ഇഷ്ടമുള്ളവരുണ്ട്, കുറച്ച് ആൾക്കാർക്ക് എരിവ് കുറച്ച്. എന്നാൽ ഇത് അത്യാവശ്യം ഇപ്പോൾ എരിവിനാണ് ഞാൻ ചെയ്തിരിക്കുന്നത്. നമുക്കപ്പോൾ നമ്മുടെ മീനൊക്കെ ഇട്ട് കൊടുക്കാം. ഈ മീനെല്ലാം ഇട്ട് കൊടുത്ത് നമ്മളൊന്ന് ചെറുതായിട്ട് ഇളക്കണം. ഒന്ന് ഇളക്കിയിട്ട് നമുക്കിത് മൂടി വെച്ച് നമുക്ക് വേവിച്ചെടുക്കേണ്ടതാണ്. എപ്പോഴും ഈ മീൻകറി ഒരു ദിവസം മുന്നേ നമ്മൾ കറി വെച്ചിട്ട് അടുത്ത ദിവസത്തിന് എടുക്കുമ്പോൾ ഇതിന് നല്ല ടേസ്റ്റാണ്. അങ്ങനെ നമ്മൾ വെക്കുമ്പോൾ എപ്പോഴും മല്ലിപ്പൊടി നമ്മൾ കുറച്ച് വേണം ചേർക്കേണ്ടത്. മല്ലിപ്പൊടി ചേർത്തിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് അത് ചീത്തയായി പോകാനുള്ള സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് മല്ലിപ്പൊടി കുറച്ച്, മുളക് പൊടി കൂട്ടിയിടണം. അപ്പോൾ നമുക്കത് അടുത്ത ദിവസത്തിന് എടുക്കുമ്പോൾ ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഇപ്പോൾ നമ്മുടെ മീനൊക്കെ നല്ലതായിട്ടൊന്ന് തിളച്ച് എല്ലാം ഒന്ന് റെഡിയായി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് നമ്മുടെ ഇതിൻ്റെ ഉപ്പൊക്കെ ഒന്ന് നോക്കാം. ഉപ്പും പുളിയൊക്കെ കറക്റ്റാണോ എന്നെല്ലാം നോക്കാം. പുളി വല്ലതും കൂടുതലായിട്ടുണ്ടെങ്കിൽ നമ്മുടെ ആ പുളിയുടെ പീസ് അതിനകത്ത് ഇട്ടിരിക്കുന്നതൊന്ന് എടുത്ത് മാറ്റിയിടേണ്ടതാണ്. അപ്പോൾ നമുക്ക് ആ പുളി കറക്റ്റായിട്ട് തന്നെ നിൽക്കും. അല്ലെങ്കിൽ പുളി അതിനകത്ത് കിടന്ന് പിന്നെയും പുളി ഇറങ്ങാൻ സാധ്യതയുണ്ട്. അപ്പോൾ എനിക്ക് ഇച്ചിരി ഉപ്പ് കുറവുണ്ട്, ഞാനപ്പോൾ ഇച്ചിരി ഉപ്പിട്ട് കൊടുക്കുകയാണ്. നമ്മുടെ ഇവിടെയൊക്കെ പണ്ട് ചെറുപ്പത്തിലൊക്കെ നമ്മുടെ വീട്ടിൽ കല്യാണം അതുപോലെ എന്തെങ്കിലും വിശേഷ ദിവസങ്ങളൊക്കെ വരുമ്പോൾ തലേ ദിവസമേ ഈ മീൻകറി അവിടെ എല്ലാവരും വെക്കുമായിരുന്നു. വെച്ചിട്ട് അടുത്ത ദിവസത്തേന് മീൻകറി എടുക്കുമ്പോഴത്തേനും നല്ല ടേസ്റ്റാണ് മീൻകറിക്ക്. അപ്പം അങ്ങനെയാണ് എല്ലാവരും പണ്ടൊക്കെ ചെയ്തിട്ടിരുന്നത്. എൻ്റെ ചെറുപ്പത്തിലൊക്കെ അമ്മയൊക്കെ അങ്ങനെ ചെയ്ത് അവരുടെ ഫാമിലിയിൽ എല്ലാവരും കൂടുമ്പോഴത്തേന് എല്ലാവരും കൂടെ അങ്ങനെ ചെയ്ത് നമുക്ക് നല്ല അപ്പോൾ ഭയങ്കര ടേസ്റ്റാണ് ആ മീൻകറിക്ക്. അന്നൊക്കെ വെക്കുന്ന അങ്ങനെ ചട്ടിക്കകത്തൊക്കെ എടുത്ത് വെച്ചിട്ട് അടുത്ത ദിവസത്തിന് എടുക്കും. ഇപ്പം നമുക്കിനി കുറച്ച് കായപ്പൊടി
ഈ കായപ്പൊടി മീനൊക്കെ തിളച്ച് വരുമ്പോൾ ഈ കായപ്പൊടി ചേർത്ത് കൊടുക്കുന്ന നല്ല ടേസ്റ്റാണ്. അപ്പോൾ കുറച്ച് കായപ്പൊടിയും അതിൻ്റെ കൂടെ കുറച്ച് കറിവേപ്പിലയും കൂടെ നമ്മൾ ഇട്ട് കൊടുത്തതിന് ശേഷം അടച്ച് വെക്കുക. ഇപ്പോൾ നമ്മുടെ മീൻ ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ സ്റ്റൗ ഒക്കെ ഓഫ് ചെയ്തിട്ട് നമുക്കിത് അടച്ച് വെക്കുക. അപ്പോൾ ആ കായപ്പൊടിയും കറിവേപ്പിലിട്ട് ഇളക്കൊന്നും വേണ്ട, ഇങ്ങനെ മൂടി വെച്ച് സ്റ്റൗ ഓഫ് ചെയ്ത് വെക്കുക. പിന്നെ നമുക്ക് സെർവ് ചെയ്യുന്ന ടൈമിലേക്ക് ഇത് എടുത്താൽ മതി. എൻ്റെ അമ്മ എപ്പോഴും കുറച്ച് കായപ്പൊടി മീനെല്ലാം തിളച്ച് നല്ല പാകമായി കുറച്ച് കായപ്പൊടിയും കറിവേപ്പിലയും ചേർത്ത് ഇങ്ങനെ അടച്ച് വെക്കും. അത് പിന്നീട് എടുക്കുമ്പോൾ നല്ല സ്മെല്ലും നല്ല ടേസ്റ്റുമാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്.